പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന ബർത്തിമേയുസിന്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു. ഇതാണ് അവസരം. അവൻ കടന്നുപോകുന്ന വഴിയിലിരിക്കുന്ന അന്ധനായ മനുഷ്യന്റെ തോന്നലതായിരുന്നു. അതുകൊണ്ട് അവൻ ഉറച്ചു നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അവന്റെ പ്രാർത്ഥന കർത്താവ് ശ്രവിച്ചു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. എനിക്ക് കാഴ്ച വേണം. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഇതായി പ്രഭാതത്തിൽ നിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് തന്ന ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയും. അങ്ങയുടെ തിരുമുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കും. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ട്യൂമർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഓപ്പറേഷന് വിധേയനാകുന്നവർ, പ്രഗ്നൻ്റായ സ്ത്രീകൾ, കുഞ്ഞുങ്ങളെ ലഭിക്കാതെ പോയ ദമ്പതിമാർ, വിവാഹ തടസ്സം നേരിടുന്ന എല്ലാവരും, ജോലി തടസ്സം, ബിസിനസ്സിലെ പരാജയങ്ങൾ, ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ കഴിയാതെ പോകുന്ന ലോകാരൂപിയോടുകൂടി ജീവിക്കുന്നവർ, കാരുണ്യവാനായ കർത്താവേ, എന്നെയും ഇതാ സമർപ്പിക്കും. എൻ്റെ ശരീരത്തെ ആത്മാവിനെ നീ ഇന്ന് വിശുദ്ധീകരിക്കണമേ. നീ നയിക്കുന്ന വഴിയിലൂടെ എന്നെ നയിക്കണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഈ പ്രാർത്ഥന എൻ്റെ അതിരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിന്റെ കരുണ എപ്പോഴും ലഭിക്കുവാൻ തക്കവിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഈ ദിവസത്തിലെ ഓരോ നിമിഷവും നിന്നോടൊപ്പമായിരിക്കുവാനും നിനക്ക് എന്നെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. ഇതാ കർത്താവേ, നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും. രാജകീയ പുരോഹിതഗണം, പ്രവാചകൻ, പുരോഹിതൻ എന്നീ പദവികളാൽ ജ്ഞാനസ്നാനം ഞങ്ങളെ മുദ്രയിടപ്പെട്ട അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെന്നും അങ്ങേക്ക് വിലപ്പെട്ടവരും പ്രിയങ്കരവുമായി തീരുവാൻ തക്കവിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ.